തൃശ്ശൂർ പാലപ്പിള്ളി എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും മനസ്സിലേക്ക് ആദ്യം ഓടി വരിക ഏറ്റവും അധികം കാട്ടാനകൾ ഇറങ്ങുന്ന ഒരു പ്രദേശം എന്നുള്ള രീതിക്ക് കൂടിയാണ്. ഈ പ്രദേശത്തെ ഏകദേശം 2020 ശേഷമാണ് ഇത്രയധികം കാട്ടാനകൾ നാട്ടിലേക്ക് ഇറങ്ങാനും കൃഷിനാശമൊക്കെ വരുത്താനുമൊക്കെ ഇടയാക്കിയത്. അതിനുശേഷം ആളുകൾക്ക് നേരെ വരെ ആനകളുടെ ആക്രമണം ഉണ്ടായ ഒരു സാഹചര്യത്തിൽ ഫോറസ്റ്റ് അധികൃതരെ മാത്രം നോക്കിയിരുന്നാൽ ജനങ്ങളുടെ സുരക്ഷ ഒരുപക്ഷെ വെല്ലുവിളിയാകും എന്നുള്ളൊരു ചിന്ത ഇവിടുത്തെ നാട്ടുകാരുടെ മനസ്സിലുണ്ടായി. അങ്ങനെ എല്ലാവരും ഒത്തൊരുമിച്ചുകൊണ്ട് ഒരു കമ്മിറ്റി രൂപീകരിക്കുകയായിരുന്നു. ജാഗ്രതാ കമ്മിറ്റി എന്ന പേരിൽ ഇവിടുത്തെ ജനങ്ങളെയെല്ലാം തന്നെ ഒത്തിണക്കിക്കൊണ്ട് ഒരു കൂട്ടായ്മ രൂപീകരിച്ചു. ആ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പിന്നീട് ഈ പരിസരം മുഴുവൻ നിരീക്ഷിക്കുകയും അതിൻ്റെ ഭാഗമായുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ഇതിൻ്റെ വിവരങ്ങളൊക്കെ ഇടുകയുമാണ് പ്രധാനമായും ആദ്യഘട്ടത്തിൽ ആരംഭിച്ചത്. വേലിയോളം ഭാഗത്തുനിന്ന് ആനക്കൂട്ടങ്ങൾ പുതുക്കാട് തോട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട്. കാര്യോളം പാലച്ചോട് ഭാഗത്തുള്ളവർ ജാഗ്രത പാലിക്കുക. ആന എപ്പോൾ വേണമെങ്കിലും വരാം. ഓമന ഇവിടെ ആന വന്നിട്ടുണ്ട്. നിങ്ങളുടെ ഭാഗത്തേക്ക് വരാണ്ടിരിക്കാനും അതുപോലെ നമ്മുടെ ജാഗ്രതാ കമ്മിറ്റിയിൽ ഒന്നിടാനും ശ്രദ്ധിക്കണം. ജനവാസ മേഖലയിൽ ഇറങ്ങി കൃഷി നശിപ്പിക്കുക മാത്രമല്ല, ജനങ്ങളുടെ ജീവൻ നഷ്ടപ്പെടുന്ന സ്ഥിതിയിലേക്ക് വരെ എത്തി പാലപ്പിള്ളിയിലെ വന്യജീവി ആക്രമണങ്ങൾ. എല്ലാറ്റിനും വനംവകുപ്പിനെ മാത്രം കാത്തിരിക്കാതെ ജനങ്ങൾ തന്നെ അവരുടെ രക്ഷയ്ക്കായി മുന്നിട്ടിറങ്ങി. എന്ത് ചെയ്യണമെന്ന് ജനങ്ങൾക്ക് അറിയാത്തൊരവസ്ഥയായിരുന്നു. പകൽ സമയത്ത് പോലും കവരമ്പള്ളി, കുന്ന്, പാത്തിക്കിരിച്ചിറ, കുട്ടഞ്ചിറ ഈ പറയുന്ന സ്ഥലങ്ങളിലൊക്കെ ആന പകൽ സമയത്തൊക്കെ വരിക. സ്കൂൾ കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ പറ്റാത്ത അവസ്ഥ. ആ സാഹചര്യത്തിൽ അവിടെയുള്ള ആളുകൾ ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ഞങ്ങൾ രംഗത്തിറങ്ങിയത്. അഞ്ച് വർഷത്തിനിടെ 6 ജീവനുകളാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ പാലപ്പിള്ളി മേഖലയിൽ പൊലിഞ്ഞത്. വാട്സപ്പ് ഗ്രൂപ്പ് വഴി ആനകളുടെ സാന്നിധ്യം എവിടെയുണ്ട് എന്നുള്ള കാര്യങ്ങൾ കൈമാറാൻ തുടങ്ങിയതോടുകൂടി ഈ മേഖലയിൽ ആളുകൾക്ക് നേരെയുള്ള ആക്രമണം അല്പം കുറഞ്ഞിട്ടുണ്ട്. ആളുകൾക്ക് ഈ വിവരങ്ങൾ ലഭിക്കുന്നതോടുകൂടി കൂടുതൽ ജാഗരൂകരാകാനുള്ള ഒരു കാര്യം കൂടിയാണ് ഇത്തരത്തിലുള്ള വിവരം കൈമാറുന്നതോടുകൂടി. ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഏറ്റവും സഹായം ചെയ്യുന്നൊരു കാര്യമാണ്. കാരണം ഇവിടെ ഏത് വന്യമൃഗം വന്നാലും അപ്പോൾ എല്ലാവരും മൊബൈലിൽ വരും. അപ്പോൾ ആൾക്കാർക്ക് അത് കരുതിയിരുന്നിട്ട് ഇതിനെ തടുക്കാൻ എന്ത് ചെയ്യാം, പടക്കം പൊട്ടിക്കുകയോ അതുപോലെ തീയിടുകയോ ചെയ്യാനുള്ള എല്ലാ സൗകര്യവും ഇതുകൊണ്ടുണ്ടാകുന്നുണ്ട്. ഒരു കൊല്ലം മുമ്പാണ് 4-5 പേരെ ഈ തോട്ടം മേഖലയിൽ ആന ആക്രമിച്ച് വകവരുത്തിയത്. അത് കഴിഞ്ഞപ്പോൾ ഈ ജാഗ്രത കമ്മിറ്റിയൊക്കെ എത്തിയതോടുകൂടി ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. എല്ലാ ദിവസവും തോട്ടത്തിലൂടെ ജനവാസ മേഖലയിലേക്ക് കൂട്ടമായി ആനകൾ ഇറങ്ങുന്നു. പാലപ്പിള്ളിയിലെ കാട്ടാന പ്രശ്നം പരിഹരിക്കാൻ വയനാട്ടിൽ നിന്ന് കുങ്കിയാനകളെ എത്തിച്ചു. ആ സംഘത്തിലുണ്ടായിരുന്ന RRT അംഗം കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുകയും ചെയ്തു. അതിനുശേഷമാണ് ജാഗ്രതാ കമ്മിറ്റി ഇത്രയേറെ സജീവമാക്കിയത്. ഇനി ഒരാൾക്കും ജീവൻ നഷ്ടപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നു. അതിനായി ഓരോ പ്രദേശത്തും ആന ഇറങ്ങുന്നത് കൃത്യമായി ഗ്രൂപ്പിൽ സന്ദേശമിടുന്നു. പുലർച്ചെ ടാപ്പിങ്ങിനിറങ്ങുന്ന തൊഴിലാളികൾക്കുൾപ്പെടെ ഈ സന്ദേശങ്ങൾ വലിയ ആശ്വാസമാണ്. ആനക്കൂട്ടം നിലയുറപ്പിച്ചിരുന്ന സ്ഥലം നേരത്തെ മനസ്സിലാക്കി അതുവഴി പോകാതിരിക്കാൻ അവർ ശ്രമിക്കും. അങ്ങനെ ഓരോരുത്തരുടെയും രക്ഷയ്ക്കായി കൂടി പ്രവർത്തിക്കുന്നു ഈ വാട്സപ്പ് കൂട്ടായ്മ. പക്ഷേ ആനക്കൂട്ടം ഇറങ്ങി കൃഷി നശിപ്പിക്കുന്നത് ഇപ്പോഴും തുടരുകയാണ്. അതിനൊരു പരിഹാരവുമായിട്ടില്ല. കർഷകർ കാത്തിരിക്കുകയാണ് സ്ഥിരമായ ഒരു പരിഹാരത്തിനായി.